Hello all. Welcome to News in 360 Degree by Civis 360 IAS Academy. രണ്ട് മൂന്ന് ദിവസമായിട്ട് ന്യൂസിലുണ്ട്. വയനാട് ലാൻഡ് സ്ലൈഡ്സിന് ശേഷം സെന്റർ എയ്ഡ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് കേരള ഗവൺമെന്റും കേരളത്തിലെ പ്രധാന പൊളിറ്റിക്കൽ ഫ്രണ്ട്സ് LDFും UDFും പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ന്യൂസിൽ വരുന്നുണ്ട്. സോ കഴിഞ്ഞ ദിവസം ന്യൂസിലുണ്ടായിരുന്നു വയനാട് ലാൻഡ് സ്ലൈഡ്സിന് നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല എന്ന് യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഹോം അഫയേഴ്സ് പറഞ്ഞ കാര്യം ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ പുള്ളി പറഞ്ഞത് അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല എന്നുള്ളതാണ് നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു പ്രൊവിഷൻ ശരിക്കും ഇല്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 ഡിസാസ്റ്ററിനെ മാത്രമേ ഡിഫൈൻ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ നാഷണൽ ഡിസാസ്റ്റർ എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷനോ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ശരിക്കും DM ആക്ടിന്റെ കീഴിൽ ഇല്ല. ഒരു പ്രൊവിഷനും ഇല്ല എക്സിക്യൂട്ടീവ് ഓർ ലീഗൽ ടു ഡിക്ലെയർ എ നാഷണൽ കലാമിറ്റി ആസ് എ നാഷണൽ കലാമിറ്റി. പക്ഷേ ഇതേ കോണ്ടെക്സ്റ്റില് 10th ഫിനാൻസ് കമ്മീഷൻ 1995 to 2000 ഉണ്ടായിരുന്ന 10th ഫിനാൻസ് കമ്മീഷൻ ഒരു കാറ്റഗറിയെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എ നാഷണൽ കലാമിറ്റി ഓഫ് റയറസ്റ്റ് സിവിയറിറ്റി. If it affects 1/3 of the state's population, സ്റ്റേറ്റ് പോപ്പുലേഷന്റെ 1/3 എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നാഷണൽ കലാമിറ്റി ഓഫ് റയറസ്റ്റ് സിവിയറിറ്റി ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് 10th ഫിനാൻസ് കമ്മീഷൻ. സോ അതിന്റെ ബേസിസിൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഈ നാഷണൽ കലാമിറ്റി ഓഫ് റയറസ്റ്റ് സിവിയറിറ്റി ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് 2013 ഉണ്ടായിരുന്ന ഉത്തരാഖണ്ഡിന്റെ ഫ്ലാഷ് ഫ്ലഡ്സും സൈക്ലോൺ ഹുദ്ഹുദ്, ആന്ധ്രാപ്രദേശിലുണ്ടായ സൈക്ലോൺ ഹുദ്ഹുദും ആണ് ഈ നാഷണൽ കലാമിറ്റി ഓഫ് റയറസ്റ്റ് സിവിയറിറ്റി ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഡിക്ലെയർ ചെയ്താൽ ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നാഷണൽ ലെവലിൽ നിന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിന് സപ്പോർട്ട് ലഭിക്കും, കൂടുതൽ സപ്പോർട്ട് ലഭിക്കും. പിന്നെ നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്ന് അഡീഷണൽ അസിസ്റ്റൻസ് കിട്ടും. ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞപ്പോഴും യൂണിയൻ തിരിച്ചു പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് SDRF-ല് ആവശ്യത്തിനുള്ള എമൗണ്ട് ഉണ്ട്, അതിൽ നിന്നാണ് ഡിസ്ബേഴ്സ് ചെയ്യേണ്ടത്. ഡിസാസ്റ്റർ എന്ന് പറയുന്നത് പ്രൈമറിലി മാനേജ് ചെയ്യേണ്ടത് സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്, യൂണിയന്റെ അല്ല. SDRF ഹാസ് സഫിഷ്യന്റ് ഫണ്ട്സ്. സോ അതിൽ നിന്ന് കോമ്പൻസേഷൻ ഡിസ്ബേഴ്സ് ചെയ്യണം എന്നാണ് യൂണിയൻ പറഞ്ഞിട്ടുള്ളത്. സോ അഡീഷണൽ അസിസ്റ്റൻസ് ഫ്രം NDRF, ഈ റയറസ്റ്റ് കലാമിറ്റി നാഷണൽ കലാമിറ്റി ഓഫ് റയറസ്റ്റ് സിവിയറിറ്റി ആയിട്ട് ഡിക്ലെയർ ചെയ്താൽ അഡീഷണൽ അസിസ്റ്റൻസ് ഉണ്ടാവും ഫ്രം നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്. പിന്നെ ഒരു കലാമിറ്റി റിലീഫ് ഫണ്ട് CRF സെറ്റപ്പ് ചെയ്യും. ആൻഡ് ഈ CRF-ലുള്ള എമൗണ്ടിന്റെ കോൺട്രിബ്യൂഷൻ മൂന്ന് ഭാഗം സെന്ററും ഒരു ഭാഗം സ്റ്റേറ്റും 3:1 റേഷ്യോയിലാണ് അതിന്റെ ഈ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട്, കലാമിറ്റി റിലീഫ് ഫണ്ടിന്റെ ഷെയറിംഗ് പോകുന്നത്. യൂണിയൻ സ്റ്റേറ്റും തമ്മിൽ ഷെയർ ചെയ്താണ് ആ കോർപ്പസ് ഉണ്ടാക്കുന്നത്. ഈ CRF ഇൻഅഡിക്വേറ്റ് ആവുന്ന സെനേറിയോയില് ഒരു നാഷണൽ കലാമിറ്റി കണ്ടിൻജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും, വിച്ച് വിൽ ബി ഫണ്ടഡ് 100% ബൈ ദ സെന്റർ. പിന്നെ ലോൺ റീപേയ്മെന്റ്, സ്റ്റേറ്റിന്റെ ലോൺ റീപേയ്മെന്റിനൊക്കെ റിലീഫ് കൊടുക്കും. സോ നേരത്തെ പറഞ്ഞ പോലെ ഉത്തരാഖണ്ഡിലെ 2013 ഫ്ലാഷ് ഫ്ലഡും സൈക്ലോൺ ഹുദ്ഹുദ് ആന്ധ്രാപ്രദേശിലെ 2014 സൈക്ലോൺ ഹുദ്ഹുദുമാണ് ഇതുവരേക്കും ഇങ്ങനെ ഡിക്ലെയർ ചെയ്യപ്പെട്ടിട്ടുള്ള രണ്ട് ഡിസാസ്റ്റേഴ്സ്. ഇപ്പൊ കേരളം ഡിമാൻഡ് ചെയ്യുന്നത് വയനാട് ലാൻഡ് സ്ലൈഡും ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാനാണ്, സോ ദാറ്റ് വി ഗെറ്റ് മോർ സെൻട്രൽ അസിസ്റ്റൻസ്. പിന്നെ COP29 കോണ്ടെക്സ്റ്റിൽ വന്ന രണ്ട് ന്യൂസ് ആണ്. ക്ലൈമറ്റ് ഫൈനാൻസ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗോൾ അല്ല എന്ന് ഇന്ത്യയുടെ റെപ്രസെന്റേറ്റീവ് അവിടെ റേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി, പ്രോഫിറ്റ് കിട്ടാവുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ക്ലൈമറ്റ് ഫൈനാൻസിനെ കാണരുത്. ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ഡിമാൻഡായ ക്ലോസ് ടു 5 to 6 ട്രില്യൺ ഡോളേഴ്സ്, ബില്യൺ അല്ല ട്രില്യൺ ആണ്, ട്രില്യൺ ഡോളേഴ്സ് 2030 കൂടി റേസ് ചെയ്യണം എന്നുള്ള ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ഡിമാൻഡും ഇന്ത്യ പുഷ് ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് ട്രേഡ് ബാരിയേഴ്സ്, എമിഷൻസ് ലിങ്ക്ഡ് ആയിട്ടുള്ള ട്രേഡ് ബാരിയേഴ്സിനെതിരെയും ഇന്ത്യ വോയിസ് റേസ് ചെയ്തിട്ടുണ്ട്. പേരെടുത്തൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ ഉദ്ദേശിച്ചിരിക്കുന്നത് യൂറോപ്യൻ യൂണിയന്റെ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ആണ് യൂറോപ്യൻ യൂണിയന്റെ. സോ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത് ഇതിന് മുന്നേ 1-2 വട്ടം പറഞ്ഞിട്ടുണ്ട്. കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറയുമ്പോൾ ഈ കാർബൺ എമിഷൻസ് ലിങ്ക് ചെയ്തിട്ടുള്ള ഇമ്പോർട്ട്സിനെ ടാക്സ് ചെയ്യുന്നതാണ്. യൂറോപ്യൻ യൂണിയന്റെ ഒരു മെക്കാനിസം ആണിത്. ഈ ടാക്സ് എന്ന് പറയുന്നത് ഇപ്പം സ്റ്റീൽ ഇമ്പോർട്ട്സ് ഒക്കെ എത്രയാണ് കാർബൺ എമിഷൻസ്, അതിന്റെ ബേസിസിൽ
സ്റ്റീൽ ഇമ്പോർട്ട്സ്, അയൺ ആൻഡ് സ്റ്റീൽ ഇമ്പോർട്ട്സ് പോലത്തെ ഇമ്പോർട്ട്സിനെയൊക്കെ ടാക്സ് ചെയ്യും EU. സോ അത് എന്താണ് ഡെവലപ്പിംഗ് നേഷൻസ് ഒരു ഡിസ്ക്രിമിനേറ്ററി മൂവ് ആയിട്ടാണ് കാണുന്നത്. സോ അതുപോലത്തെ എമിഷൻസ് ലിങ്ക്ഡ് ആയിട്ടുള്ള ട്രേഡ് ബാരിയേഴ്സിനെതിരെ ഇന്ത്യ ഡിസെന്റ് റേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എഡിറ്റോറിയൽ പേജിലുള്ള ഒരു ആർട്ടിക്കിള്, ഇന്ത്യ നീഡ്സ് എ ഗ്ലോബലി റിക്കഗ്നൈസ്ഡ് പബ്ലിക് പോളിസി സ്കൂൾ. ആസ് സച്ച് ഒരുപാട് നമ്മുടെ എക്സാം പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ അല്ല, ജസ്റ്റ് വെറുതെ വായിച്ചു വിടാവുന്നതേ ഉള്ളൂ. ഈ ഒരു പബ്ലിക് പോളിസി സ്കൂൾ, ഇപ്പൊ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് അല്ലെങ്കിൽ ജോൺ എഫ് കെനഡി സ്കൂൾ ഓഫ് ഗവൺമെന്റ്, ഇതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് US-ലും യൂറോപ്പിലും ഒക്കെ. ഈ പബ്ലിക് പോളിസിയിൽ ആൾക്കാരെ ട്രെയിൻ ചെയ്യാനും സിറ്റിസൺസിനെ പോളിസി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഡെവലപ്മെന്റ് പ്രൊഫഷണൽസ് ആക്കി മാറ്റാനും അങ്ങനെ കേപ്പബിൾ ആയിട്ടുള്ള റോബസ്റ്റ് ആയിട്ടുള്ള പബ്ലിക് പോളിസി സ്കൂൾസ് ഇന്ത്യയിൽ ഉണ്ടാവണം. ഇന്ത്യയിലുണ്ട്, പക്ഷെ പലപ്പോഴും ഇന്ത്യൻ റിയാലിറ്റീസുമായിട്ട് വലിയ ബന്ധമുള്ള രീതിക്കല്ല അവിടുത്തെ സിലബസും കാര്യങ്ങളും പോകുന്നതെന്നാണ് ആർട്ടിക്കിൾ പറയുന്നത്. സോ നമുക്കിത് വേണേ എത്തിക്സിലൊക്കെ ഒരു സജഷൻ ആയിട്ടോ വേ ഫോർവേഡ് ആയിട്ടോ പറയുമ്പോൾ ഒരു റോബസ്റ്റ് പബ്ലിക് പോളിസി സ്കൂൾസ് വിത്ത് എ ഫ്രെയിംവർക്ക് വിച്ച് ഇസ് നോൺ പാർട്ടിസാൻ യെറ്റ് പൊളിറ്റിക്കലി അവെയർ, ഇന്ത്യയുടെ ഗ്രൗണ്ട് റിയാലിറ്റീസിൽ എങ്ങനെയാണ് പോളിസീസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് ആൾക്കാരെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിക്ക് തിങ്ക് ടാങ്ക്സും പബ്ലിക് പോളിസി സ്കൂൾസും ബിൽഡ് ചെയ്യാം ടു ട്രെയിൻ ആ സിവിൽ സർവൻസ് ഇൻ ദാറ്റ് മാനർ എന്നൊരു സജഷൻ ഒക്കെ നമുക്ക് കൊടുക്കാം. ആ ഒരു രീതിക്ക് മാത്രമേ ഈ ന്യൂസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൂ. പിന്നെ മണിപ്പൂർ പോലീസ് റിക്കവർ 3 ബോഡീസ് ഫ്രം ബരാക് റിവർ. കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ അബ്ഡക്ട് ചെയ്തുകൊണ്ട് പോയത് ന്യൂസിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. സോ ഇപ്പൊ അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള 3 ബോഡീസ് ബരാക് റിവറിന് റിക്കവർ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് ആണ്. സോ UPSC പെർസ്പെക്റ്റീവില് ബരാക് റിവർ ഇതിനു മുന്നേ ഒരിക്കൽ PYQ ചോദിച്ചിട്ടുണ്ട്. സോ ബരാക് റിവർ മണിപ്പൂർ ഹിൽസിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. സോ നമുക്കറിയാം നോർത്ത് ഈസ്റ്റിന്റെ ഇത് പറയുമ്പോൾ നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം ആൻഡ് ഇപ്പുറത്തെ ആസാം ഉണ്ട്. സോ ഈ റിവർ മണിപ്പൂരിൽ ഒറിജിനേറ്റ് ചെയ്ത് താഴോട്ട് വന്ന് ഈ മിസോറാം ബോർഡറിലേക്ക് കയറിയിട്ട് പിന്നെ അസാമിലേക്ക് കയറുകയാണ് ഉടനെ. അവിടെ നിന്ന് നേരെ ബാംഗ്ലാദേശിലോട്ടും ഇറങ്ങുന്നുണ്ട്. ബാംഗ്ലാദേശിൽ പോകുമ്പോൾ ഈ റിവർ മേഘ്ന റിവർ ആവുന്നുണ്ട്. ഇറ്റ് ഫ്ലോസ് സൗത്ത് ഫോമിംഗ് ദ ബോർഡർ ബിറ്റ്വീൻ അസാം ആൻഡ് മണിപ്പൂർ. എന്നിട്ട് അവിടെ നിന്ന് അസാമിൽ നിന്ന് ബാംഗ്ലാദേശിലോട്ടാണ് പോകുന്നത്, വേർ ഇറ്റ് ബിക്കംസ് ദ റിവർ മേഘ്ന. It flows for 524 kilometers in India and enters Bangladesh as Surma and Kushiara. ബാംഗ്ലാദേശിലേക്ക് കയറുന്ന സമയത്ത് ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട് ഈ ബരാക് റിവർ. സുർമ ആൻഡ് കുഷിയാര 2 റിവേഴ്സിന്റെ പേരാണ്. ആൻഡ് ലേറ്റർ ഇത് മേഘ്ന റിവറായി മാറുന്നുണ്ട് ബാംഗ്ലാദേശിൽ. ഇതിന്റെ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് ജിരി, ധലേശ്വരി, സിംഗ്ല, ലോങ്കായ്, സൊനായ് ആൻഡ് കട്ടാഖൽ. ഇത്രയും ട്രിബ്യൂട്ടറീസ് ഉണ്ട് ഈ റിവറിന്റെ. പിന്നെ നാഷണൽ വാട്ടർവേ 6 എന്ന് പറയുന്നത് ഈ ബരാക് റിവറിലൂടെയാണ് പോകുന്നത്. ഒരു 121 കിലോമീറ്റർ ലോങ് നാഷണൽ വാട്ടർവേ ആണ്. ശരിക്കും നാഷണൽ വാട്ടർവേയുടെ തുടക്കം അസാമിലെ ഒരു സ്ഥലത്തു നിന്നാണ് ആൻഡ് ഇറ്റ് എൻഡ്സ് ഇൻ ബാംഗ്ലാദേശ്. സോ നാഷണൽ വാട്ടർവേ 6 ബരാക് റിവറിലാണുള്ളത്. ഇത് അസാമിലെ കൂടെ ഒഴുകി ബാംഗ്ലാദേശിലേക്ക് കയറുന്ന ആ ഒരു ഡയഗ്രാമാണ്. ഇവിടെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്, കുഷിയാര ആൻഡ് സുർമ. ഇതാണ് 2014 വന്ന ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് റിവേഴ്സ്: ബരാക്, ലോഹിത്, സുബൻസിരി. വിച്ച് ഓഫ് ദി അബവ് ഫ്ലോ ത്രൂ അരുണാചൽ പ്രദേശ്? അരുണാചൽ പ്രദേശിലൂടെ ഇതിൽ ഏതൊക്കെ ഒഴുകുന്നു എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഇന്ത്യൻ ജോഗ്രഫി ബേസിക്സ് പഠിക്കുമ്പോൾ നമുക്കറിയാം ലോഹിത്തും സുബൻസിരിയും ബ്രഹ്മപുത്രയുടെ ട്രിബ്യൂട്ടറീസ് ആണ് ആൻഡ് അരുണാചൽ പ്രദേശിലൂടെ ഒഴുകുന്ന റിവേഴ്സ് ആണ്. ബരാക് മണിപ്പൂരിൽ ഒറിജിനേറ്റ് ചെയ്ത് അസാമിലൂടെ ബാംഗ്ലാദേശിലേക്കാണ് പോകുന്നത്. അത് അരുണാചൽ പ്രദേശ് മുകളിലാണ്, അരുണാചൽ പ്രദേശിലേക്ക് കൂടെ ഒഴുകുന്നില്ല. സോ 1 എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആൻസർ കിട്ടും. 2 and 3 ഓൺലി ആണ് ആൻസർ. ഈ ജോഗ്രഫി ക്വസ്റ്റ്യൻസ് PYQs ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്ഷൻസിൽ വരുന്ന കറക്റ്റ് ആൻസർ മാത്രം നോക്കാണ്ട് ഓപ്ഷൻസിൽ വരുന്ന മറ്റ് റിവേഴ്സ് അത് എവിടെയാണ്, എന്തിന്റെ ട്രിബ്യൂട്ടറി ആണെന്ന് നോക്കി പോകുന്നതും പ്രിലിംസ് പെർസ്പെക്റ്റീവില് ബെനിഫിഷ്യൽ ആണ്. ഇത് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം, ഇന്റേണൽ സെക്യൂരിറ്റി, GS3 ഇന്റേണൽ സെക്യൂരിറ്റിയിലെ ഒരു ടോപ്പിക് ആണ് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം. അപ്പൊ ഈ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം എഫക്റ്റഡ് ആയിട്ടുള്ള
സ്ഥലങ്ങളിൽ എന്തൊക്കെയാണ് ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ടുള്ളത് ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്നുള്ളത് എക്സാമ്പിൾ ആയിട്ട് കോട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഇനിഷ്യേറ്റീവ് ആണ്. ഒഡീഷ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് ആണ്. ഇറ്റ്സ് കോൾഡ് ഗ്രാമോദയ ഇനിഷ്യേറ്റീവ്. സോ ഇപ്പൊ ഒഡീഷയിൽ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം അത്യാവശ്യം എന്താണ് കുറഞ്ഞു വരികയാണ്. സോ ഇനി ഒരു റീസർജൻസ്, ആ മൂവ്മെന്റ് റീസർഫസ് ചെയ്യാണ്ടിരിക്കാൻ എന്താണ് ഡെവലപ്മെന്റ് ഡെഫിസിറ്റ്, ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം അഫക്റ്റഡ് ആയിരുന്ന ഏരിയാസിൽ എന്തെങ്കിലും ഡെവലപ്മെന്റ് ഡെഫിസിറ്റ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ്. To identify and bridge the gap in 583 left-wing extremism affected villages to prevent deprivation from becoming a rallying point for resurgence of left-wing extremism in the state. അതായത് അവിടെ ബേസിക് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാതിരിക്കുന്നത് കാരണം ഡെവലപ്മെന്റ് ഡെഫിസിറ്റ് ഉണ്ടായാൽ, ഡിപ്രിവേഷൻ ഉണ്ടായാൽ പിന്നെയും പീപ്പിൾ മൈറ്റ് ടേക്ക് ആംസ്, പീപ്പിൾ മൈറ്റ് റിസോർട്ട് ടു ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം. അത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ്. നമുക്ക് എക്സാമ്പിൾ ആയിട്ടൊക്കെ GS3 യൂസ് ചെയ്യാം. ഗ്രാമോദയ ഇനിഷ്യേറ്റീവ് ബൈ ഒഡീഷ ഗവൺമെന്റ്. പിന്നെ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഗുജറാത്ത് കോസ്റ്റില് 700 കിലോമീറ്റർ ഓഫ് മെത്ത് സീസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് ആണ്. ഇവരൊരു ഓപ്പറേഷൻ നടത്തുന്നുണ്ട്, ഓപ്പറേഷൻ സാഗർ മന്ഥൻ. ഇതൊരു ജോയിന്റ് ആന്റി നർക്കോട്ടിക്സ് ഓപ്പറേഷൻ ആണ്. നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും മറ്റു പല ഏജൻസീസും, ഇപ്പൊ നേവിയും കോസ്റ്റ് ഗാർഡും ഗുജറാത്തിലെ ആന്റി ടെറർ സ്ക്വാഡും എല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു ഓപ്പറേഷൻ ആണ്. അതിന്റെ ഫോർത്ത് സാഗർ മന്ഥൻ 4 ആണ് ഇപ്പൊ നടത്തിയിട്ടുള്ളത്. ഇതിന് മുന്നേ ഒക്കെ നടത്തിയിട്ടുണ്ട്. പ്രൈമറിലി ആ കോസ്റ്റൽ ഏരിയാസിൽ കൂടിയുള്ള എന്താണ് ഡ്രഗ്സ് സ്മഗ്ലിംഗ് ഒക്കെ തടയാനും ഡ്രഗ്സിനെ സീസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ്. നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത്. ഇറ്റ്സ് ദ നോഡൽ ഡ്രഗ് ലോ എൻഫോഴ്സ്മെന്റ് ആൻഡ് ഇന്റലിജൻസ് ഏജൻസി. നോഡൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതായത് ഒരു സ്റ്റാറ്റ്യൂട്ട് പ്രകാരം, ഒരു നിയമപ്രകാരം നിലവിൽ വന്നിട്ടുള്ള ബോഡിയാണ്. നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985, NDPS ആക്ട് 1985 പ്രൊവിഷൻസ് നടപ്പിലാക്കാൻ വേണ്ടി വന്നൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം, UNODC-യിൽ ഇന്ത്യ റെപ്രസെന്റ് ചെയ്യുന്ന നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആണ്. UNODC-യിൽ ഒരു മെമ്പർ ആണ് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. ഇറ്റ് ഇസ് ഓൾസോ പാർട്ട് ഓഫ് സൗത്ത് ഏഷ്യൻ നർക്കോട്ടിക്സ് കൺട്രോൾ കമ്മീഷൻ. സൗത്ത് ഏഷ്യൻ നർക്കോട്ടിക്സ് കൺട്രോൾ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു റീജിയണൽ ബോഡിയാണ് which has 7 member states: ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. ഇത്രയും കൺട്രീസ് ഉള്ള സൗത്ത് ഏഷ്യൻ നാർക്കോട്ടിക്സ് കൺട്രോൾ കമ്മീഷനിലും നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പാർട്ടാണ്. പിന്നെ ഫങ്ഷൻസ് ബ്രോഡ്ലി നമുക്ക് ഗസ് ചെയ്യാവുന്ന ഫങ്ഷൻസ് തന്നെയാണ്. പ്രിവെന്റിംഗ് ഇലിസിറ്റ് ട്രാഫിക്കിംഗ്, നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്, collecting and analyzing information related to drug trafficking, undertaking anti-narcotics operations, coordinating the efforts of state and central law enforcement agencies in combating drug trafficking. ഇപ്പൊ ഈ സാഗർ മന്ഥനിൽ നടന്ന പോലെ ഇന്റർഏജൻസി കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ പല സെൻട്രൽ ഏജൻസി, സ്റ്റേറ്റ് ഏജൻസീസ്, മറ്റു ആന്റി ടെറർ സ്ക്വാഡ് അല്ലെങ്കിൽ നേവി ഇതുപോലത്തെ ഏജൻസീസിനെ എല്ലാം കോപ്പറേറ്റ് ചെയ്ത് ഡ്രഗ് ട്രാഫിക്കിംഗ് തടയാനും സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ട്രേഡ് ചെയ്യുന്നതൊക്കെ തടയാൻ പറ്റുക. സോ then providing training to law enforcement personnel in combating drug trafficking, advocating for enactment of stringent laws to combat drug trafficking. Drug trafficking laws strengthen ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അഡ്വക്കേറ്റ് ചെയ്യുക. ഇങ്ങനത്തെ ജനറൽ ഇങ്ങനത്തെ ബോഡീസിന്റെ ഒക്കെ ഫംഗ്ഷൻ ചോദിക്കുമ്പോൾ അത് എന്താണ്, ബോഡിയുടെ പ്രൈമറി മാൻഡേറ്റ് എന്ന് പറയുന്നത് ഡ്രഗ് ട്രാഫിക്കിംഗ് ആണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ജനറൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇപ്പൊ നമുക്ക് ശരിയായിട്ട് എടുക്കാവുന്നതാണ് പ്രിലിംസിന് പൊതുവെ. പിന്നെ ഒരു ന്യൂസ്, മണിപ്പൂരിലെ പീസ് കീപ്പർ വിമൻ റാലി ടു സേവ് നാഗ പീസ് പ്രോസസ്. കഴിഞ്ഞ ദിവസം ഈ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് NSCN ഇസാക് മുയ്വ ഫാക്ഷൻ ത്രെട്ടൻ ചെയ്തിട്ടുണ്ട്. 2015 നാഗാ പീസ് അക്കോർഡ്സിലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയില്ല എങ്കിൽ പിന്നെയും നാഗ മൂവ്മെന്റ് റീസ്റ്റാർട്ട് ചെയ്യുമെന്നും അത് നോർത്ത് ഈസ്റ്റിൽ അൺറസ്റ്റിന് ഇടയാക്കാൻ സാധ്യതയുണ്ടെന്നും ത്രെട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റില് ഒരു പീസ് കീപ്പർ വിമൻ ഗ്രൂപ്പ് ഉണ്ട്, നാഗ വിമന്റെ ഒരു ഗ്രൂപ്പാണ് പുക്രേലാസ്. അവര് മണിപ്പൂരിൽ ഒരു റാലി ഹോൾഡ് ചെയ്തു. സോ ഈ നാഗ മൂവ്മെന്റിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇസ് ദ ക്രിയേഷൻ ഓഫ് എ ഗ്രേറ്റർ നാഗാലാൻഡ് സ്റ്റേറ്റ്. അപ്പൊ ഈ നാഗാലാൻഡ് സ്റ്റേറ്റ് ശരിക്കും നാഗ കമ്മ്യൂണിറ്റി സ്പ്രെഡ് ആയിട്ട് കിടക്കുന്ന ഇത്രയും ഒരു ഏരിയ, അത് മ്യാൻമാറിലെ ഏരിയാസ് വരുന്നുണ്ട്, അരുണാചൽ പ്രദേശിലെ വരുന്നുണ്ട്, നാഗാലാൻഡിലെ ഉണ്ട്, മണിപ്പൂരിലെ ഉണ്ട്, അസാമിലെ ഏരിയാസ് ഉണ്ട്. സോ ഇത്രയും ഏരിയാസിൽ
നാഗ കമ്മ്യൂണിറ്റിയെ യുണൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ഗ്രേറ്റർ നാഗാലാൻഡ് സ്റ്റേറ്റ് ആണ് ഈ നാഗ മൂവ്മെന്റിന്റെ ഒക്കെ ബേസ്, അണ്ടർലൈൻ ബേസ് എന്ന് പറയുന്നത്. സോ അവിടുത്തെ ഈ നാഗ വിമന്റെ ഒരു ഗ്രൂപ്പാണ് ഈ പുക്രേലാസ് എന്ന് പറയുന്ന പീസ് കീപ്പർ നാഗ വിമൻ. ഇത് നമുക്ക് എന്താണ് സ്ത്രീകൾ പീസ് കീപ്പിങ്ങിന് വേണ്ടി എടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ട് എക്സാമ്പിൾ ഒക്കെ എഴുതാവുന്നതാണ്. അപ്പൊ ഇതുപോലെ തന്നെ മണിപ്പൂരിൽ മെയ്തി ഗ്രൂപ്പ്സിന്റെ ഇടയ്ക്ക് മീര പൈബീസ് ഉണ്ട്. സോ അതുപോലെ നാഗ വിമന്റെ ഇടയ്ക്ക് പുക്രേലാസ് ഉണ്ട്. പിന്നെ ഇവരുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ബോർഡർ, മ്യാൻമാറുമായിട്ടുള്ള ബോർഡർ ഫെൻസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. മ്യാൻമാറുമായിട്ട് നമുക്ക് പ്രീ മൂവ്മെന്റ് റെജീം ഉണ്ടായിരുന്നു. അതായത് 16 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും അക്രോസ് ദ ബോർഡർ ട്രൈബ്സിന് പോയി വരാൻ ഫ്രീ മൂവ്മെന്റ് അലൗഡ് ആയിരുന്നു. മാത്രമല്ല പാസസ് ഉണ്ട്, ബോർഡർ പാസസ് കൊടുക്കും, അത് വെച്ചിട്ട് സ്റ്റേ വരെ പോസിബിൾ ആയിരുന്നു. പക്ഷെ മ്യാൻമാറിൽ ക്രൈസിസ്, മിലിറ്ററി അട്ടിമറി നടന്നു. മിലിറ്ററി ജനത റൂള് വന്നതിന് ശേഷം ഈ റെഫ്യൂജി ഇൻഫ്ലക്സും കൂടുന്നുണ്ടായിരുന്നു. ഇന്ത്യക്കും ഇച്ചിരി എന്താണ് ഇന്റർണൽ സെക്യൂരിറ്റി ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഫ്രീ മൂവ്മെന്റ് റെജീം ഇന്ത്യ സസ്പെൻഡ് ചെയ്യേണ്ടായി. അപ്പൊ ഫ്രീ മൂവ്മെന്റ് റെജീം റിസ്റ്റോർ ചെയ്യണമെന്നും ഈ ബോർഡർ ഫെൻസ് ചെയ്യരുതെന്നും ഒക്കെ ഇവർക്ക് ഡിമാൻഡ്സ് ഉണ്ട്. കാരണം ഈ ട്രൈബ്സ്, നാഗ ട്രൈബ്സ് ഇപ്പൊ ബോർഡറിന്റെ ഈ ഭാഗത്തും ഉണ്ടല്ലോ, മ്യാൻമാറിലേക്കും ഉണ്ട്. സോ അവർക്ക് പലപ്പോഴും മ്യാൻമാറിന്റെ ക്യാപിറ്റലിൽ പോയി ബേസിക് ഫെസിലിറ്റീസ് ആക്സസ് ചെയ്യുന്നതിനെക്കാട്ടിലും എളുപ്പം ഇപ്പൊ ഇംഫാലിലോ അല്ലെങ്കിൽ നാഗാലാൻഡിലേക്കൊക്കെ വന്ന് ഹോസ്പിറ്റൽ അതുപോലത്തെ ട്രീറ്റ്മെന്റ് പോലത്തെ നല്ല ഫെസിലിറ്റീസ് ആക്സസ് ചെയ്യുന്നതാണ് അവർക്ക് എളുപ്പം. മാത്രമല്ല ഒരു എന്താ പറയാ ഒരു ട്രൈബൽ യൂണിറ്റി ഉണ്ട് അവിടെ. സോ അവരുടെ ട്രൈബൽ സോൺ, ഈ ഒരു കണ്ടിഗ്വസ് സോൺ ബൈഫർക്കേറ്റ് ചെയ്യരുത് എന്നുള്ളൊരു ഡിമാൻഡും ഉണ്ട്. പിന്നെ നോർത്ത് സീയുടെ മുകളിലൂടി റഷ്യൻ എയർക്രാഫ്റ്റ് പറഞ്ഞപ്പോൾ UK അത് ക്ലോസ്ലി മോണിറ്റർ ചെയ്തു എന്നുള്ളൊരു ന്യൂസ് ആണ്. നോർത്ത് സീ UPSC വേൾഡ് ജോഗ്രഫി പെർസ്പെക്റ്റീവില് ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ വർഷം 2024 ചോദിച്ചിട്ടുണ്ട് പ്രിലിംസിന് ക്വസ്റ്റ്യൻ. നോർത്ത് സീ എന്ന് പറയുന്നത് ഇത് UK ആണ്, യുണൈറ്റഡ് കിങ്ഡം, നോർവേ, ഡെൻമാർക്ക്, ജർമ്മനി, ബെൽജിയം. സോ ഇത്രയും കൺട്രീസിന്റെ ഒക്കെ നടുക്ക് കിടക്കുന്ന സീ ആണ് നോർത്ത് സീ. നോർത്ത് സീന്ന് ഇവിടെ നകത്തേക്ക് ബാൾട്ടിക് സീയിലേക്ക് പോവാം. ഇങ്ങോട്ടേക്ക് ഇംഗ്ലീഷ് ചാനൽ ആണ്. അറ്റ്ലാന്റിക് ഓഷൻ ഉണ്ട് ഇപ്പുറം, മുകളിൽ നോർവീജിയൻ സീ ഉണ്ട്. സോ ബോർഡർ ചെയ്യുന്ന കൺട്രീസ് യുണൈറ്റഡ് കിങ്ഡം, നോർവേ, ഡെൻമാർക്ക്, ജർമ്മനി, നെതർലാൻഡ്സ്, ബെൽജിയം, ഫ്രാൻസ്. ഇത് ഏതൊക്കെയാണെന്നുള്ളതായിരുന്നു 2024 ചോദിച്ച ചോദ്യം. സോ ഇമ്പോർട്ടന്റ് വാട്ടർ ബോഡീസ് ഇപ്പൊ മെഡിറ്ററേനിയൻ സീ ആയാലും ബോൾട്ടിക് സീ ആയാലും ഇഡ്രിയാറ്റിക് സീ ആയാലും നോർത്ത് സീ ആയാലും ഏതൊക്കെ കൺട്രീസ് ബോർഡർ ചെയ്യുന്നു എന്നുള്ളത് പലതവണ UPSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ PYQs അനലൈസ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. സോ കൺട്രീസ് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് വാട്ടർ ബോഡീസിനെ ബോർഡർ ചെയ്യുന്നത് അറിഞ്ഞിരിക്കണം. This was the question. Consider the following countries: Finland, Germany, Norway, Russia. How many of the above countries have a border with the North Sea? ഇതിൽ ജർമ്മനിക്കും നോർവേക്കും മാത്രമാണ് ബോർഡർ ഉള്ളത്. Only 2 ആണ് ആൻസർ. That's all. Thank you.